ഒരു തിരുത്തുണ്ട്. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന സൂചനകളാണ് ഏറ്റവും പുതുതായി നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു ശുഭസൂചനയാണ് എന്ന് കൂടി അവിടുന്ന് പറയുന്നു. അതായത് ഒരു CLP ലീഡറെയും ഒരു ഡെപ്യൂട്ടി CLP ലീഡറെയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയിലേക്കാണ് അവർ എത്തുന്നത്. പക്ഷേ അത് ആരൊക്കെ തമ്മിൽ വീതം വെക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു തർക്കം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമുള്ളത്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലെ നിർണായകമായ ഒരു പദവിയിൽ തുടരണമെന്ന ഒരു നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നാണ് ഏവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് രാഹുൽ ഗാന്ധി എടുത്താൽ പിന്നെ ആ പോരാട്ടത്തിൽ ഉള്ളത് രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ്. അവരിൽ രണ്ടുപേരെയും CLP ലീഡറായും ഡെപ്യൂട്ടി CLP ലീഡറായും നിയമിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തർക്കത്തിന് പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണോ തയ്യാറാകുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത ബാക്കിയാകുന്നത്. കാരണം KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയാൽ VD സതീശൻ കടുത്ത നിലപാട് അതിനോട് സ്വീകരിക്കുമെന്ന കാര്യം നേരത്തെ തന്നെ പരസ്യമായതാണ്. അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ അത് ആവർത്തിച്ചതാണ്. താൻ ഒരു പാർട്ടി പ്രവർത്തകനായി മാത്രം ഇനി തുടർന്നുകൊള്ളാം എന്ന തരത്തിലേക്ക്, അതായത് താൻ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല, MLA ആയി തുടരണമെന്ന് പോലും ആലോചിക്കേണ്ടി വരുമെന്നൊരു കടുത്ത നിലപാടായിരുന്നു VD പക്ഷം സ്വീകരിച്ചത്. ആ കടുത്ത നിലപാടിൽ ഒട്ടും അയവ് വരുത്തിയിട്ടില്ല സതീശൻ. അതുകൊണ്ട് തന്നെ സതീശനെ പിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുക ഹൈക്കമാൻഡിന് വെല്ലുവിളിയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിനുള്ള സാഹചര്യം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആ തീരുമാനം മുതിർന്ന നേതാക്കളെ അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് 9 പ്രധാനപ്പെട്ട നേതാക്കളെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ 9 പേരിൽ 5 പേർ KC പക്ഷത്താണ്, 2 പേർ വീതം രമേശ് ചെന്നിത്തലയും VD സതീശനെയും അനുകൂലിക്കുന്നവരാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം KC വേണുഗോപാൽ തന്നെ ഒരു പേര് നിർദ്ദേശിക്കുമോ എന്നതാണ് ആകാംക്ഷയോടെ ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളുടെയും ഈ എതിർപ്പുകളുടെയും വിമർശനങ്ങളുടെയും ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ രൂക്ഷ വിമർശനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ തർക്കപരിഹാരത്തിനായി KC വേണുഗോപാൽ തന്നെ ഒരു പേര് മുമ്പോട്ട് വെക്കുമോ എന്നതിലാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും CLP ലീഡറെയും ഡെപ്യൂട്ടി CLP ലീഡറെയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് തയ്യാറാക്കുന്നത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോ നാളെയോ തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. മുതിർന്ന നേതാക്കളെ ഒപ്പം ഇരുത്തിക്കൊണ്ട് തന്നെ പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയാണൊന്ന്. മല്ലികാർജ്ജുന ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ ആയിരിക്കും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളെ ഒരുമിച്ചിരുത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ പ്രഖ്യാപനം നടത്തുക. അതല്ല എങ്കിൽ അതൊരു വാർത്താക്കുറിപ്പായി മാത്രമായിരിക്കും ഇറങ്ങുക. ഇങ്ങനെ അന്തരീക്ഷം മലിനമായ ഒരു സാഹചര്യത്തിൽ പ്രവർത്തകരെ നിരാശപ്പെടുത്താതിരിക്കാൻ ദേശീയ നേതാക്കൾ തന്നെ ഒരുമിച്ചിരുത്തി, സംസ്ഥാനത്തെ നേതാക്കളെ ഒരുമിച്ചിരുത്തി ഐക്യത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, അപ്പോൾ ഡാന് നിലവിൽ നേതാക്കളെ വിളിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത, അതല്ലെങ്കിൽ ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളോ ചലനങ്ങളോ കോൺഗ്രസിനകത്ത് ശക്തമാകാനുള്ള സാധ്യതയുണ്ടോ? അതല്ല എങ്കിൽ അതിനെ എങ്ങനെ തടയിടാം? ഇത്തരം പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും ഹൈക്കമാൻഡ് നിൽക്കുന്നത്. അതിനപ്പുറം ഹൈക്കമാൻഡിന് കൃത്യമായൊരു തീരുമാനം ഈ 3 പേരിൽ ഒരാളെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലിനി മാറ്റമൊന്നും ഉണ്ടാകില്ല. അങ്ങനെയാണോ ഡാൻ മനസ്സിലാക്കേണ്ടത്? ചെന്നിത്തലയെയും സതീശനെയും KC വേണുഗോപാലിനെയും തനിച്ചിരുന്ന് കണ്ടതിന് ശേഷമാണ് എല്ലാവരെയും ഒരുമിച്ചിരുത്തി മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയത്. അപ്പോൾ തന്നെ 3 പേരും ഒരുപോലെ പറഞ്ഞ കാര്യം, രാഹുൽ തീരുമാനമെടുത്തുകൊള്ളൂ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്തായാലും അംഗീകരിക്കും എന്ന നിലപാടാണ്. കാരണം രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്തുനിന്ന് നേതാക്കൾക്ക് നേരെ ഉണ്ടായത്. കാരണം ഇത്ര ചരിത്രപരമായ ഒരു വിജയം ഉണ്ടായതിനു ശേഷം അതിന്റെ എല്ലാ ശോഭയും കെടുത്തുന്ന തരത്തിലേക്ക് തെരുവിൽ തമ്മിൽ തല്ലുന്നത് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല നേതാക്കൾക്ക് എന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഒരു നേതാക്കളും.
അത് ഓരോരുത്തരും അവരവർ ചെയ്ത എഫേർട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 5 വർഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ടൊക്കെ താൻ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ എങ്ങനെ തരണം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ വി ഡി സതീശൻ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ വിവരിച്ചു. രമേശ് ചെന്നിത്തലയാകട്ടെ തന്നെ അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനിടയായ സാഹചര്യം, പക്ഷേ പാർട്ടിക്കെതിരെ ഒരു വാക്കുപോലും പറയാതെ തന്റെ അമർഷം ദേശീയ നേതൃത്വത്തെ മാത്രം അറിയിച്ചുകൊണ്ട് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി താൻ തുടരുകയായിരുന്നു എന്ന കാര്യം, അതോടൊപ്പം തന്റെ 40 വർഷത്തിലേറെ നീളുന്ന അനുഭവ പരിചയം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തോട് വിവരിച്ചത്. കെ സി വേണുഗോപാലാകട്ടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം മറച്ചുവെച്ചില്ല. 8 വർഷമായി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ, MP-മാരുടെ ഭൂരിപക്ഷ പിന്തുണ തനിക്കാണ് എന്ന കാര്യം കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ആവർത്തിച്ചു. അങ്ങനെ 3 പേരും പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് എടുത്തുകൊണ്ടാണ് 3 പേർക്കും ക്ലെയിമുണ്ട്. ആരും അനർഹരാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ തീരുമാനം ഒരാളെ മാത്രമേ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ തീരുമാനം ഹൈക്കമാൻഡിന്റേതാകും. എല്ലാവരും ഒരുമിച്ചത് അംഗീകരിക്കണമെന്ന നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിക്കുകയായിരുന്നു. അതിന് സമ്മതം മൂളിയാണ് 3 പേരും മടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ പ്രഖ്യാപനം മാത്രമായിരിക്കാം ഒരുപക്ഷെ നീളുന്നത്. അനൌദ്യോഗികമായ ഒരു ധാരണയിലേക്ക് ചർച്ചകൾ എത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ CLP ലീഡറായി ആരെ തെരഞ്ഞെടുക്കും, ഡെപ്യൂട്ടി CLP ലീഡറായി ആരെ തെരഞ്ഞെടുക്കും, ഇതിൽ മാത്രമാണ് ഇനിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ സി വേണുഗോപാലിനെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖമായി നിലനിർത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ വലിയൊരു പരിധിവരെ കെട്ടടങ്ങുമെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. അത്തരത്തിലുള്ള സൂചനകൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത്? അതിൽ ഉപമുഖ്യമന്ത്രി എന്നതല്ല ആ ഡെപ്യൂട്ടി CLP ലീഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു തന്ത്രപ്രധാനമായ വകുപ്പ് നൽകിക്കൊണ്ട് പ്രശ്നം സെറ്റിൽ ചെയ്യുന്നതിനുള്ളൊരു ഫോർമുലയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഉപമുഖ്യമന്ത്രി ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഡെപ്യൂട്ടി CLP ലീഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്രിസഭയിലെ തന്ത്രപ്രധാനമായ വകുപ്പ് നൽകി രണ്ടാമനാക്കുക, ഇതായിരിക്കാം. അങ്ങനെ ഒരു ഫോർമുലയ്ക്കാണ് സാധ്യതയെന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനോട് ഈ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം സംസ്ഥാനത്ത് നിന്ന് ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലേക്ക് എത്തുന്ന മുതിർന്ന നേതാക്കളെ കൂടി ഈ സാഹചര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പോഴെടുക്കുന്ന തീരുമാനം, ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഏകപക്ഷീയമായ തീരുമാനമല്ല, എല്ലാ നേതാക്കളുടെ പിന്തുണയോടെ എടുക്കുന്ന തീരുമാനമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള നീക്കമുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഉൾപ്പെടെയുള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ പിന്തുണ കൂടി ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ